പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇടുന്ന കുട്ടി ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്ന കുട്ടിയല്ല. നേരെ മറിച്ച് ഏറ്റവും നന്നായി റിവൈസ് ചെയ്യുന്ന കുട്ടിയാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടി. ഓണപ്പരീക്ഷ മാറ്റുന്നങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ ഓണപ്പരീക്ഷ മാറ്റാൻ വേണ്ടി പോകുന്നില്ല. 13-ാം തീയതി ഓണപ്പരീക്ഷ എന്തായാലും തുടങ്ങും. അപ്പൊ ഇനി ഒരു ദിവസം എങ്ങനെ റിവൈസ് ചെയ്യണമെന്നാണ് നിഹാൽ സാർ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 8ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് ഓണപ്പരീക്ഷ സ്കോർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആള് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന പരിപാടി ഫോളോ 45-10 റൂൾ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിഹാൽ സാറേ 45-10 റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു 45 മിനിറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് തന്നെ ഇരിക്കുക. എന്നിട്ട് 10 മിനിറ്റ് എന്ത് ചെയ്തു, നിങ്ങൾ ബ്രേക്ക് എടുത്തു. അതായത് ഒരു 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയി വേറെ ഒന്നിലേക്കും പോകാതെ കോൺസെൻട്രേറ്റ് നിങ്ങൾ പഠിക്കുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം, ആ 45 മിനിറ്റ് ഞാൻ എങ്ങനെയാണ് സാറേ പഠിക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് ആണോ, നോട്ട് ബുക്ക് ആണോ, എഴുതി പഠിക്കണോ? ഇതെല്ലാത്തിലുള്ള സൊല്യൂഷൻ ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പലതും കാണായിട്ടാണ്. കാരണം നമ്മുടെ ചാനൽ ക്ലാസ് 8ന്റെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി എടുത്ത വീഡിയോസ് കാണാം. ആ വീഡിയോന്റെ ഒക്കെ ഡ്യൂറേഷൻ ജസ്റ്റ് 30 മിനിറ്റ് ആണ്, 30 മിനിറ്റ് ഉള്ളൂ. അത് മതി നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ ഏറ്റവും എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്ക്, നിങ്ങൾ ഇപ്പോൾ ക്ലാസ് 8 മാത്സ് സ്ക്വയേഴ്സ് 30 മിനിറ്റിൽ പഠിക്കാം. ഫിസിക്സ് മെഷേഴ്സ് ആൻഡ് യൂണിറ്റ് 30 മിനിറ്റിൽ പഠിക്കാം. ക്ലാസ് 8 ബയോളജി ലെറ്റ്സ് കൾട്ടിവേറ്റ് 20 മിനിറ്റിൽ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് 8 മാത്സ് 30 മിനിറ്റിൽ പഠിക്കാം. സ്ക്വയേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ച് എന്തിനാണെന്നറിയോ? ഇതേപോലെ ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ആ മക്കളെ ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഇത്രയും റിസോഴ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ പഠിക്കൂല നമ്മളോട് പറയുകയാണെങ്കിൽ പിന്നെ ദൈവമല്ല ആരും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് തരൂല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്നും ഞാൻ പ്രത്യേകം ഓർമ്മിക്കണം. നിങ്ങളെപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ചാനൽ റേസിന്റെ ഇത്തരം വളരെ വളരെ കുറച്ചുള്ള ക്ലാസ്സുകൾ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ക്ലാസ്സുകളെ പറ്റി അറിയാത്ത കുറെ കുട്ടികളുണ്ട്. അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിവൈസ് ഡോണ്ട് ലേൺ ന്യൂ ടോപ്പിക്സ്. പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. പഠിച്ച കാര്യത്തെ വീണ്ടും റീകോൾ ചെയ്ത് അതെന്റെ തലയിൽ ആണ് സാറേ എന്ന് നിങ്ങൾ ഉറപ്പിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്തിനാ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? ഇപ്പൊ എസ്പെഷ്യലി മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഒരുപാട് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് പഠിക്കാണ്ട് ആ ഫോർമുലകൾ നന്നായി പഠിക്കുക. അതുപോലെ ഒരുപാട് ഡെഫിനിഷൻസ് പഠിക്കാണ്ടായിരിക്കും അല്ലെ, ചില റൂൾസിനെ പറ്റി പഠിക്കാണ്ടായിരിക്കും, ഡെഫിനിഷൻ പഠിക്കാണ്ടായിരിക്കും, അത് പഠിക്കുക. ഡയഗ്രാംസ് ഉണ്ടാവും, ചിലപ്പോൾ ബയോളജിയിൽ ഡയഗ്രാംസ് ഉണ്ടായിരിക്കും, ഫിസിക്സിൽ ഡയഗ്രാംസ് ഉണ്ടായിരിക്കും, മാത്സിൽ ഡയഗ്രാംസ്, ആ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് പഠിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് മിസ്റ്റേക്ക്, ഇപ്പൊ ഒരുപാട് പരീക്ഷകൾ നിങ്ങൾ എഴുതിയതാണല്ലേ, 8ാം ക്ലാസ് എത്തി നിങ്ങൾ. അപ്പൊ ഒരുപാട് പരീക്ഷ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം, അന്ന് ഞാനൊരു 5 മിനിറ്റും കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നന്നായി പരീക്ഷ ചെയ്തായിരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സമയങ്ങളുടെ അല്ലേ. അപ്പൊ അതൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക, ആ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാര്യം, PYQs നിങ്ങൾ നോക്കാതെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാൻ പാടില്ല. സോൾവ് പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 30 മിനിറ്റ്സ് വീഡിയോ അല്ലേ, ആ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മൾ PYQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ആ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് മെജോറിറ്റി എല്ലാ എക്സാമിന്റെ ഒരു 70% ഒരു സെയിം പാറ്റേൺ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേൺ രീതി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ടീച്ചേഴ്സ് നൽകുന്ന റിവിഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തൊരു സന്തോഷ വാർത്ത, ഇത്രയും നേരം വീഡിയോ കണ്ട ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പിടിച്ചോ. റേസിന്റെ ആപ്പ് നിങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ആയി തരാൻ വേണ്ടി പോവാണ്. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ഓണപ്പരീക്ഷ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കില്ല, ചില മഴ കാരണം അവധിയായിരിക്കും. ഇപ്പൊ നിരന്തരം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് ഒരാഴ്ചയും 7-8 ദിവസമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ആ മഴ കാരണം അവധി വിദ്യാർത്ഥികൾ കുടുങ്ങിയത്. കാരണം അവധി കിട്ടി പല കുട്ടികളും ക്ലാസ് കിട്ടാതെ വീട്ടിൽ വെറുതെ ഇരിക്കുക അല്ലെ. അപ്പൊ അവർക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് റേസ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി നമ്മുടെ ആപ്പ് കിട്ടും. അതിനുശേഷം അവിടെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം ഏറ്റവും താഴെ. ആ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ മെയിൽ ID ആണ് യൂസർ നെയിമായി കൊടുക്കേണ്ടത്. പാസ്വേഡ് എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക, അത് ഓർമ്മയിൽ ഉണ്ടാവണേ. ഏറ്റവും അവസാനം രജിസ്റ്റർ എന്ന് കാണാം, ആ ഒരു ഗ്രീൻ ബട്ടൺ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് കൊടുത്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക, വീണ്ടും റീഓപ്പൺ ചെയ്യുക. അവിടെ ലോഗിൻ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ യൂസറുമായി നിങ്ങളുടെ മെയിൽ ID യും നിങ്ങളുടെ പാസ്വേഡും എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. ശേഷം അപ്പൊ നിങ്ങൾ ആപ്പിൽ കയറി നിങ്ങൾക്ക് ആപ്പിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മളെ ഒരു കോഴ്സ് നിങ്ങൾ എടുത്തില്ല. അതാണ് രണ്ടാമത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി, താഴെ ആപ്പിന്റെ ഏറ്റവും താഴെ ലേൺഡ് അവിടെ സ്റ്റോറിന് കാണാം. ആ സ്റ്റോറി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ അവിടെ നമ്മളെ ക്ലാസ് 8 സ്റ്റേറ്റ് എന്നുള്ളത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്നു. അവിടെ പർച്ചേസ് കൊടുക്കുന്നു. 20,000 രൂപയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പൈസ. പക്ഷേ നിങ്ങൾ പൈസ കൊടുക്കണ്ട. അവിടെ താഴെ എന്തുണ്ടായിരിക്കും, ഡു യു ഹാവ് എ കൂപ്പൺ ചോദിക്കും. ആ കൂപ്പണിന്റെ അവിടെ സ്റ്റഡി സേഫ് 100, വീട്ടിൽ നിങ്ങൾ സേഫ് ആയി പഠിച്ചോളി, സ്റ്റഡി സേഫ് 100 എന്ന കോഡ് ഈ ക്യാപിറ്റൽ ലെറ്റർ അവിടെ അടിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് 0 ആയിരിക്കും. നിങ്ങൾ അപ്പം തന്നെ ഇത് പർച്ചേസ് കൊടുക്കുക. ഇരുന്ന് എന്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ പൊന്നുമക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്
നിങ്ങൾ മറക്കരുത്. ഇത്രത്തോളം കാര്യം ഈ പറഞ്ഞ ഓണം എക്സാമിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രതിസന്ധി നമ്മൾ കടക്കും. ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് എല്ലാ പരീക്ഷയും നമ്മൾ റേസിന് കൂടെ തന്നെ അടിപൊളിയായി പഠിക്കും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. ഈ കാര്യം ഇത്രയും കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ പറയാൻ എന്താ വേണ്ടത്? മറ്റു വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ താങ്ക് യു സോ മച്ച് മക്കളെ. അപ്പൊ എല്ലാവരും ഉഷാറാവട്ടെ, നല്ല മക്കളായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.